ഒരു ക്ഷണപ്രഭ കഥയുണ്ട്. കഥയുടെ പേര് വിശപ്പ്. ആർത്തി കൊണ്ട് വാരി വലിച്ചാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ 7 നാളുകളെങ്കിലും പട്ടിണി കിടന്ന നായയെപ്പോലെ. നായ വാലാട്ടം പോലെ അവൻ വാരി തിന്നുന്നതിനിടയിൽ തല ഉയർത്തി തള്ളയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. വീണ്ടും പാത്രത്തിലേക്ക് കുമ്പിടും. തള്ള അവൻ്റെ പാത്രത്തിലേക്ക് തലേന്നാൾ ബാക്കി വന്ന് വെള്ളമൊഴിച്ച് വച്ചിരുന്ന കഞ്ഞി വീണ്ടും വീണ്ടും പകർന്നു. മോരുകറിയും ചാളക്കൂട്ടാൻ്റെ ചാറും വീണ്ടും വീണ്ടും ഒഴിച്ചു. അവൻ കുളിച്ചിട്ടും നനച്ചിട്ടും 1 മാസം കഴിഞ്ഞതുപോലെ. വലിയ വീടാണെങ്കിലും തള്ളയും ചപ്രച്ച തലയും നരച്ച നൈറ്റിയുമായിട്ട് തിന്നുന്നതിനിടയിൽ ശ്വാസം വിടാൻ എടുക്കുന്ന നേരങ്ങളിൽ അവൻ തള്ളയോട് ഭർത്താവിനെപ്പറ്റി, മക്കളെപ്പറ്റി, പേരമക്കളെപ്പറ്റി ഓരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു. തള്ള അവന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടുമിരുന്നു. അവൻ തിന്നു മതിയായി മടുത്ത് തറയിലേക്ക് അമർന്നിരുന്നു. ഒരു ഏമ്പക്കം വിട്ടു, ഒരു ദീർഘനിശ്വാസവും. വളരെ സന്തോഷത്തോടെ തള്ളയെ നോക്കി ഒന്നുകൂടി ചിരിച്ചു. ആ ചിരി അങ്ങനെ നിമിഷങ്ങൾ നീണ്ടുനിന്നു. സാവധാനം മങ്ങി മങ്ങി വന്നു. അവൻ പഴങ്കഞ്ഞി, മോരും ചാളക്കൂട്ടാനും ചാറും കൂട്ടി വാരി തിന്ന് എച്ചിലായ കൈ ഒന്ന് കഴുകുക പോലും ചെയ്യാതെ, വായിൽ ഇത്തിരി വെള്ളം കൂടി വീഴ്ത്താതെ തള്ളയുടെ മൂക്കും വായും വലത് കൈയാൽ അമർത്തിപ്പിടിച്ച്, ചപ്രച്ച തലമുടി ഇടത് കൈയാൽ ചുരുട്ടിപ്പിടിച്ച് വീടിനുള്ളിലേക്ക് വലിച്ചടച്ചു. കതകിൻ്റെ വിജാഗിരിയിൽ എഴുനിന്നിരുന്ന ഒരു സ്ക്രൂ നൈറ്റിയെ പിളർന്ന് തള്ളയെ വിവസ്ത്രയാക്കി. തുടയിൽ ആഴത്തിലൊരു മുറിവുമുണ്ടാക്കി. ചോരയില്ലാത്ത മുറിവ് വെളുക്കെ ചിരിക്കുന്നു.